ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഓം നമോ ഭഗവതേ വാസുദേവായ. യാതൊരു പുമാന്മാർക്കുമിങ്ങനെ പ്രയാസമായി മുന്നം ചൊല്ലിയ സംഘമെങ്ങനെ കളയുന്നതെന്തുപായത്താലെന്നും എന്നോടിങ്ങരുൾ ചെയ്യുക. ഉദ്ധവർ തൻ്റെ ചോദ്യമിങ്ങനെ കേട്ട നേരം ഉത്തമനായ കൃഷ്ണൻ അന്നേരമരുൾ ചെയ്തു. ലോകേഷു തുലോം ലോകതത്വജ്ഞമനുഷ്യന്മാരേകാന്ത ശുഭാശയാൽ ആത്മാനമാത്മാവിനാൽ കണ്ടുടൻ ജിതനായോരാത്മാവാം പുരുഷൻ്റെ രണ്ടില്ലാതൊരു ഗുരുവാത്മാവു തന്നെയതു പ്രത്യക്ഷാൽ മാനസത്തിലറിയും നരന്മാരായി മുഖ്യരാം സാംഖ്യയോഗജ്ഞാനികളായുള്ളവർ പ്രത്യക്ഷാനുമാനത്താൽ പുരുഷനാകും എന്നെ നിത്യാത്മാവഹമെന്നങ്ങറിയും മാർഗത്തേക്കാൾ പുരുഷ സാന്നിധ്യം കൊണ്ടനന്തശക്തിയായിട്ടിരിക്കും മായാപരമേകദ്വൈതാഖ്യങ്ങളായി നാനാ സൃഷ്ടികൾ ചെയ്തിതായതു ഹേതുവായി നാനാത്ത ഗുണങ്ങളെ കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും മാനസാദികൾ കൊണ്ടും അഗ്രാഹ്യമായിരിക്കും മാനസം സർവസാക്ഷിയായുള്ളോരീശ്വരനെ അനുമാനത്തിൽ നിന്നിട്ട് ഉണ്ടെന്നു മുറയ്ക്കുന്നു. അതിനു പുരാതനമായുള്ളോരവധൂതയതു സംവാദമായിട്ടിരിക്കും ഇതിഹാസമുദിതം മുതാവചിക്കുന്നു ഞാനതു കേൾക്ക. അവധൂതനായെല്ലാ ദിക്കിലും സഞ്ചരനായി ഭയഹീനനായി വിദ്വാനായിരിക്കുന്ന ദ്വിജം ധർമ്മവിത്തവാനായിട്ടിരിക്കും യതു കണ്ടു നിർമ്മലൻ തന്നെ പൂജിച്ചർച്ചിച്ചു ചോദിച്ചിതു. ലോകപൂജിതനാകും വിപ്രസത്തമാ ഭവാൻ ലോകേഷു ബാലന്മാരെ പോലെ സഞ്ചരിപ്പതും കാരണമെന്തെന്നതും കർത്തവ്യമെന്തെന്നതും മാരണേന്ദ്രനാം ഭവാൻ തെളിഞ്ഞു ചൊല്ലിയിടുക. മാനുഷജനമേറ്റം ധർമാർത്ഥകാമത്തിനും ആനന്ദിച്ചായുസ്സിനും കീർത്തിസിദ്ധികൾക്കായും ഇച്ഛിച്ചു പോരും ന്യായമാകയാൽ ഭവാനിന്നു വിശ്വത്തിൽ ശ്രേഷ്ഠനായി വിദ്യാദക്ഷനുമായി സുപ്രസന്നാത്മാവായി സുഭഗനായ ഭവാൻ സുപ്രിയാമൃതഭാക്ഷ്യയുക്തനായി വിടത്തിൽ അല്പമെങ്കിലും ഒന്നും ചെയ്യാതെ ജളോന്മത്ത വത്സദാ പിശാചവൽബധിരാന്ധനെ പോലെ കാമലോഭാദ്യാദികളായ ദാവാനലദിഗ്മത കൊണ്ടും ദഹിച്ചിടുന്ന ജനങ്ങളിൽ വേർപെട്ടു വിമുക്തനായ അംഭസി മുഴുകിയോരാനയെന്നതുപോലെ ആത്മാനന്ദാബ്ധോ മുങ്ങി പരമാനന്ദമായിട്ടിരിക്കും ഭവാനിന്നു പരമാനന്ദം നൽകും വസ്തുവാം പരമാർത്ഥം. പരമാനന്ദത്തോടെ വഴിയേ ചൊൽക ഭവാൻ ഇങ്ങനെ യതു മഹാഭാഗനാം അവധൂതമംഗല ബ്രാഹ്മണനോടർത്ഥിച്ചോരനന്തരം
നിർമ്മലനായ മഹാബ്രാഹ്മണൻ പറഞ്ഞിതു. നിർമ്മലനായ യദുരാജ, നീ കേട്ടിടടോ, എനിക്കു ബഹുഗുരുക്കന്മാരുണ്ടവരെ ഞാൻ നിനച്ചു ബുദ്ധി കൊണ്ടങ്ങാശ്രയിക്കുന്നു സദാ. അവരാരെന്നു നിനക്കിന്നു കേൾക്കണമെങ്കിൽ പരിചിൽ ക്രമമായി ചൊല്ലുന്നു കേൾക്ക ഭവാൻ. അവനിവായു വ്യോമം ജലവും അഗ്നി ചന്ദ്രൻ രവിയും കബോധമജഗരം സമുദ്രവും പതംഗം ഭൃംഗം ഗജം മധുഹാമൃഗം മത്സ്യം പിംഗലാകുരരവുമർഭകൻ കുമാരിക ശരകൃൽ സർപ്പമൂർണനാഭിയും സുപേശകൃൽ ഗുരുക്കളെനിക്ക് 21 ഇവർ. ഹേ നാഹുഷാത്മജ, കേളിവിട മനസ്സിൻ്റെ ദീനത്തെ തീർപ്പാൻ 24 പേരുടെ വൃത്തികൾ കൊണ്ടൊക്കെയും ശോധന ചെയ്യുന്നു ഞാൻ. വൃത്തികളേതെന്നാകിലായവ കേട്ടുകൊള്ളുക. അവ്യക്തം മഹത്തത്വം അഹങ്കാരാദിതത്വം സുവ്യക്തമായിട്ടറിയുന്നിതാചാര്യവാക്യാൽ. ഭൂമ്യാദിഭൂതങ്ങളാൽ ആക്രമിച്ചിടും മാർഗം ധീമാനായറിഞ്ഞതിൽ ദൈവകാരുണ്യവശാൽ. ചഞ്ചലവിഹീനനായ ഏകാന്ത സംഭാവനായി ചഞ്ചലേന്ദ്രിയപ്രിയരഹിതനായി നിത്യം ജ്ഞാനവൃദ്ധനായതി നിർമ്മല ഹൃദയനായി ആനന്ദനായിട്ടുള്ള യോഗിയാം മഹാപുമാൻ. വിഷയവ്യാപാരധർമ്മങ്ങളോടിട ചേർന്നു വിഷയത്തിങ്കൽ വസിച്ചീട്ടിലും ബന്ധമില്ല. ദുർഗന്ധത്തോടു കൂട്ടിയിരിക്കും വായു പിന്നെ ദുർഗന്ധം വിട്ടുപോയാൽ അതിനാൽ ബന്ധിക്കുമോ? അങ്ങനെ ദേഹേന്ദ്രിയ വിഷയവ്യാപാരേണ സംഗതനായി വസിച്ചിടിലും ബന്ധമില്ല. ആത്മജ്ഞാനിയായി മഹായോഗിയായിരിക്കുന്ന ആത്മാരാമനങ്ങൊരു ബന്ധമില്ലെന്തുകൊണ്ടും ആയതുകൊണ്ടെനിക്കു പവനൻ ഗുരുവല്ലോ. മായമെന്നിയെ കേട്ടുകൊള്ളുക ധരാപതേ. അന്തർഭാവവും ബഹിർഭാവവും ആത്മാഭാവാൽ അന്തരംഗത്തിലൊന്നായി കണ്ടു നിസ്സംഗനായി അപരിച്ഛേദ്യനായിട്ടാകാശം പോലെ വ്യാപിച്ചവസ്ഥാത്മാനുഭവരസികനല്ലോ യോഗി. വായുനാ മേഘങ്ങളെ സഞ്ചരിപ്പിക്കും പോലെ കായാദി വിഷയങ്ങളൊക്കെയും പ്രാണനാലെ വ്യാപരിച്ചിടുന്നതും മേഘവായുക്കൾ രണ്ടും വ്യാപരിച്ചിടിനോരാകാശത്തിനില്ലൊരു ബന്ധം എന്നതുപോലെ ദേഹപ്രാണധർമ്മങ്ങളൊന്നും എന്നുമേ പറ്റുന്നീല പരമാത്മനി നൂനം. ആകയാൽ ഒരു ഗുരുവാകാശമെന്നറിക, ശോകനാശനകരമീദൃശം കാൺക ഭവാൻ. ഏവമാദികളായ മായാ വൈഭവ ഗുണഭാവങ്ങളറിഞ്ഞു നിത്യാനന്ദശീലനായി കാലസൃഷ്ടികളായ പ്രകൃതി ഗുണങ്ങളാം ലീലകളോടു കൂടാതിരിക്കുമാത്മയോഗി. സന്തോഷശീലനായി മധുരവാക്കുമായി സന്തതം ജനപാപസംഘാതം നശിപ്പിപ്പാൻ സർവലോകങ്ങളിലും സഞ്ചരിച്ചിടും ഭക്ത്യാ. ഗർവഹീനനായി സർവം ബ്രഹ്മണി ലയിപ്പിച്ചു ഈക്ഷണ സ്പർശന സൽകീർത്തനാദികൾ കൊണ്ടു മോക്ഷമാർഗത്തെ ചെയ്വാൻ മേദിനീ തീർത്ഥങ്ങൾ പോൽ സർവവും സഹിച്ചതി ശുദ്ധ നിർമ്മലനായിട്ടൊർവിയിൽ നിർവാണാത്മരൂപനാകുന്നു യോഗി. അതുകൊണ്ടല്ലോ തീർത്ഥഭൂമികൾ രണ്ടുമെനിക്കധികം പ്രിയാചാര്യന്മാരെന്നതറിഞ്ഞാലും പിന്നെയും തപസ്സുകൊണ്ടഗ്നി പോലുജ്വലിച്ചു വന്നാശു സർവലോകകുക്ഷിപാത്രവുമായി അന്നാദി സർവം ഭക്ഷിച്ചേകാന്ത വാസനായി സർവപാപവും നശിപ്പിച്ചു താൻ വ്യക്താത്മാവായി നിർവാണസ്വരൂപനായിരിക്കും യോഗി പുമാൻ. ഒരിക്കൽ തെളിഞ്ഞുടൻ മറഞ്ഞു വെണ്ണീറ്റിലങ്ങിരിക്കും അഗ്നി പോലെയിരിക്കും ആത്മയോഗി. മാനുഷജന്മത്തിൻ്റെ മാനസ മലിനങ്ങൾ ഊനമാക്കിയിടും നിത്യമഗ്നി പോലെന്നറിക.
ത്രിഗുണോദ്ഭവമായ ലോകഭസ്മത്താൽ മൂടി ത്രിഗുണനാശേ പരമാത്മാവ് ശോഭിക്കുന്നു. ഈശ്വരൻ മായ കൊണ്ടിജഗത്തെ സൃഷ്ടിച്ചുടൻ ആശ്ചര്യം താനും പ്രപഞ്ചാത്മകനായിട്ടിഹ ഇന്ധനത്തിലഗ്നി പോലെയുമിരിക്കുന്നു. ബന്ധമാം ജനനാദി മരണശ്മശാനാന്തം ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവായി കാലസ്വരൂപനായിടുന്നതുമീശൻ പ്രപഞ്ച സംയുക്തനായിരുന്നു കാഷ്ടാഗ്നിവൽ പ്രപഞ്ചനാശേ വൻഹി സാക്ഷിയായി വിളങ്ങുന്നു. ആകയാൽ അഗ്നി തന്നെ ഗുരുവന്നെനിക്കിഹ രാകേന്ദു വൃദ്ധിക്ഷയ കലകൾ പോലെ നിത്യം കേവലമാത്മാവിശൻ തങ്കലിജഗത്തെല്ലാം ആവിർഭൂതമായി ക്ഷയിച്ചിടുന്നു മായാവശാൽ. ചന്ദ്രനങ്ങെല്ലാ ദിനത്തിങ്കലും സമവൃത്തം തന്നുടെ ശരീരത്തിനേതുമേ കുറവില്ല ഉണ്ടെന്നു തോന്നുന്നതു സൂര്യനിൽ മറകയാൽ ഇണ്ടലില്ലതുപോലെ ആത്മാവും പ്രപഞ്ചവും. അതിനാൽ ചന്ദ്രനെൻ്റെ ഗുരുവൊന്നായി വന്നു മതിമാനായ നൃപനന്ദന കേൾക്ക ഭവാൻ. അവ്യക്തസ്വരൂപനാമീശ്വരൻ കാലരൂപൻ സുവ്യക്ത പ്രപഞ്ചഭൂതമായി ചേർന്നതുകൊണ്ടു നിത്യവും അനിത്യവുമായിട്ടു കാണുന്നതു ചിത്തത്തിലോർത്തു കണ്ടാൽ അഗ്നിയിൽ ധൂമം പോലെ ആത്മാവിൽ നിന്നു പ്രപഞ്ചോൽപത്തിയുണ്ടാകുന്നു. ആത്മനി ഗുണാദ്ഗുണം കാലേന കാലത്തെയും ഉണ്ടാക്കി പിന്നെ അതുമില്ലായ്മ ചെയ്തു സാക്ഷ്യം പണ്ടു പണ്ടനാദ്യയായിടുന്നോരവിദ്യയിൽ എന്നതുപോലെ പരമാത്മയോഗിയാം പുമാൻ ഇന്ദ്രിയങ്ങളോടിട ചേർന്നും ചേരാതെ കണ്ടും ഇരുന്നു നിത്യം പിന്നെ ലോകത്തെ ചേഷ്ടിപ്പിച്ചും അരുണകിരണനെന്നതുപോലിരിക്കുന്നു. അതുകൊണ്ടർക്കനെൻ്റെ ഗുരുവായിക്കൊണ്ടേനഹം. മായാവ്യാപാരങ്ങളെ നിനയ്ക്കലിജ്ഞാനത്താൽ സ്ഥൂലബുദ്ധികളായ കാലവിഭ്രാന്താത്മാക്കൾ ചാലവേ ഭേദബുദ്ധി കൊണ്ടിഹ പരാത്മാനം തോയത്തിൽ കാണും പ്രതിബിംബാർക്കരൂപം പോലെ മായയാ ഭ്രമം കൊണ്ടു രണ്ടെന്നു ധരിക്കുന്നു. ഇങ്ങനെ ഭ്രമബുദ്ധി ചിന്തയാധീനപ്പെടും. അങ്ങനെ ബോധമില്ലാത്ത അജ്ഞന്മാർക്കബോധം പോൽ ഭ്രമിയാതിരുന്നു താനീ ജഗത്തിങ്കലേറ്റം മമത വിട്ടു സംഗഹീനനായി കർത്താവായി ഒരു ദിക്കിലും ഒന്നും ചെയ്യാതെ വാഴുകിലും പരിചിൽ താൻ ചെയ്യുന്നിതെന്നുള്ള ദീനബുദ്ധ്യാ പ്രവർത്തിക്കുന്നിതെന്നും പ്രവർത്തിക്കുന്നില്ലെന്നും നിവൃത്തജ്ഞാനബുദ്ധ്യാ ചെയ്യണം ബുധജനം. എങ്കിലോ കബോധത്തിൻ കഥ നീ ചൊല്ലിയിടുക ശങ്ക പോവാതിനെന്നു ചോദിച്ചു നൃപോത്തമൻ. എങ്കിലോ കബോധത്തിൻ കഥ നീ ചൊല്ലിയിടുക ശങ്ക പോവതിനെന്നു ചോദിച്ചു നൃപോത്തമൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.